കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രയായി വിജയിച്ച കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ ഇക്കുറി മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ. നഗരസഭയുടെ അവസാന ബജറ്റിൽ വൈസ് ചെയർമാൻ പരസ്യമായി തള്ളിപ്പറഞ്ഞ ബിൻസി സെബാസ്റ്റ്യനാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മാറിയത്. ചിഹ്നം അനുവദിച്ച കോൺഗ്രസ് പാർട്ടി നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് LDF ആരോപിക്കുന്നു. ആർക്കും ഭൂരിപക്ഷമില്ലാത്തതിനെ തുടർന്ന് സ്വതന്ത്രയായി വിജയിച്ച ബിൻസി സെബാസ്റ്റ്യന് അധ്യക്ഷ പദവി നൽകിയായിരുന്നു കഴിഞ്ഞ 5 വർഷം കോട്ടയം നഗരസഭ കോൺഗ്രസ് ഭരിച്ചത്. എന്നാൽ അവസാന ബജറ്റിൽ ചെയർപേഴ്സണെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ടായിരുന്നു വൈസ് ചെയർമാൻ ബി ഗോപകുമാറിൻ്റെ ബജറ്റ് അവതരണം. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അത്യന്തം ദുഃഖത്തോടെയും അതിലേറെ അപമാനഭാരത്തോടെയുമാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ചുമതലപ്പെട്ട ധനകാര്യ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായ ഞാൻ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെയാണ് ഈ ഭരണകാലത്തെ 5ാമത് ബജറ്റ് പ്രസംഗം നടത്തുന്നത്. DCC ജനറൽ സെക്രട്ടറി കൂടിയായ ബി ഗോപകുമാർ തള്ളിപ്പറഞ്ഞ ബിൻസി സെബാസ്റ്റ്യൻ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിലാണ് ഇക്കുറി മത്സരിക്കുന്നത്. 211 കോടിയുടെ പെൻഷൻ തട്ടിപ്പ് കൊണ്ട് പേരുകേട്ട നഗരസഭയാണ് കോട്ടയം. അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും കോൺഗ്രസ് നൽകിയ അംഗീകാരമാണ് ബിൻസിയുടെ സ്ഥാനാർത്ഥിത്വമെന്ന് LDF ആരോപിക്കുന്നു. ഒരു വർഷം 12 കോടി മാത്രം ചെലവഴിക്കുന്നൊരു നഗരം, പഞ്ചായത്തുകളൊക്കെ താഴെയാണ്. ഏതെങ്കിലും സമീപ പഞ്ചായത്തുകളിൽ ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അവിടുത്തെ പദ്ധതി പ്രവർത്തനത്തിന് ചെലവഴിക്കുന്നത്. ഇതുപോലൊരു നഗരസഭ ചരിത്രത്തിലില്ല. പിന്നെ അഴിമതിയുടെ കഥകൾ വേറെയുണ്ട്, അത് തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. 211 കോടി രൂപ അഴിമതി. നഗരസഭാ ഭരണം ഇതുപോലെ തകർന്നടിഞ്ഞിട്ടും ഇതിന് മറുപടി പറയാൻ കോൺഗ്രസ് തയ്യാറായില്ല. ബിൻസിയെ തള്ളിപ്പറഞ്ഞ ബി ഗോപകുമാറിന് ഇക്കുറി സീറ്റില്ല. പക്ഷേ തൻ്റെ പഴയ തട്ടകത്തിൽ സ്വന്തം ഭാര്യയെയാണ് ഗോപകുമാർ കളത്തിലിറക്കിയിരിക്കുന്നത്. സാംജിത് അർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.